അധ്വാനിക്കാൻ കുറച്ച് മനസ്സും അതുപോലെ തന്നെ സമയവും കണ്ടെത്തിയാൽ മതി കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ ഒരു ചെറിയ കൃഷിത്തോട്ടം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ പറമ്പ് മതി. ഇപ്പം ഒരുപാട് സ്ഥലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് സ്ഥലത്തിൽ തന്നെ നമുക്കിതൊക്കെ പടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. കോവലും അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ. ഇപ്പം നമുക്ക് നമ്മുടേതായ ആവശ്യത്തിന് കുറച്ച് പച്ചക്കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഈ വിഷമടിച്ച പച്ചക്കറി കഴിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മുടെ മക്കൾക്ക് നല്ല പച്ചക്കറി കൊടുക്കുന്നത്. നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറിയാണ്. അപ്പം നന്നായിട്ട് തന്നെ വിളവെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വലിപ്പം വയ്ക്കുന്നുണ്ട്. ഈ വഴുതനങ്ങ കണ്ടാൽ ഈ കോവയ്ക്ക കണ്ടാൽ തോന്നും ഭയങ്കര വലിപ്പമാണ്, അതിൻ്റെ ഉള്ളിൽ പഴുത്തിരിക്കുമെന്ന്. പക്ഷേ അല്ല കേട്ടോ, നല്ല രസമാണ്, നല്ല വലിപ്പമുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഇളം കോവൽ തന്നെയാണ് കേട്ടോ ഇത്. എനിക്കിപ്പം വഴുതനം കിട്ടി, അതുപോലെ തന്നെ കോവയ്ക്ക് കിട്ടി. പിന്നെ കുറച്ച് പച്ചക്കറി വേറെ ഉണ്ടായിരുന്നു, കാന്താരിയൊക്കെ നിൽക്കുന്നുണ്ട്. മമ്മിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പം അവിടെ വെച്ച് കാണിക്കുന്ന കുറച്ച് പച്ചക്കറിയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, ബേബിയാണ്. എനിക്കിങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അത് വിളവെടുക്കുമ്പോഴുള്ള സന്തോഷം വേറെ ഒന്നാട്ടോ. നമ്മൾ നട്ട് നമ്മൾ തന്നെ വിളവെടുത്ത് നമ്മൾ തന്നെ കറി വെച്ച് കഴിക്കുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാനായിട്ടുള്ള സമയവും ഇല്ല, നേരവും ഇല്ല, താല്പര്യവും ഇല്ല. പണ്ട് കാലത്തെ ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് ഇപ്പോഴും നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. കാന്താരി ആണെങ്കിലും ചീര ആണെങ്കിലും ഇതൊക്കെ തോരൻ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം സ്ഥലമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.